നമസ്കാരം. ഓൾ ഇൻ PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്, ഫീൽഡ് ഓഫീസർ, സബ് ഇൻസ്പെക്ടർ എന്നിവയുടെ സിലബസ് നോക്കാം. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാർക്സ് ആൻഡ് ഡീറ്റെയിൽഡ് സിലബസ്. ആദ്യമായി ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫെയർസ് എന്ന ഭാഗത്തെക്കുറിച്ച് നോക്കാം. ഹിസ്റ്ററിക്ക് 10 മാർക്സാണ്. ഹിസ്റ്ററി എന്ന ഭാഗത്തു നിന്ന് 10 മാർക്സാണ് വരുന്നത്. ജോഗ്രഫിയിൽ നിന്നും 5 മാർക്സിനാണ് വരുന്നത്. എക്കണോമിക്സിൽ നിന്നും 5 മാർക്സ്, സിവിക്സിൽ നിന്നും 5 മാർക്സ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ഭാഗത്തു നിന്നും കിട്ടുന്ന മാർക്ക് 5 മാർക്സിനാണ് ചോദിക്കുന്നത്. ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ് എന്നിവയിൽ നിന്നും 10 മാർക്സിൻ്റെ ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത്. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എന്ന ഭാഗത്തു നിന്നും 5 മാർക്സ്. സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്നും 5 മാർക്സ്. സിമ്പിൾ അരിത്തമെറ്റിക്, മെൻ്റൽ എബിലിറ്റി ആൻഡ് റീസണിങ് എന്ന ഭാഗത്തു നിന്നും 20 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസാണ് വരുന്നത്. ജനറൽ ഇംഗ്ലീഷിൻ്റെ ഭാഗത്തു നിന്നും 20 മാർക്ക്. റീജിയണൽ ലാംഗ്വേജ് മലയാളം, കന്നഡ, തമിഴ് ഭാഗത്തു നിന്നും 10 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കുന്നതാണ്. ഹിസ്റ്ററിയിൽ നിന്നും വരുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം കേരള. അറൈവൽ ഓഫ് യൂറോപ്യൻസ്, കോൺട്രിബ്യൂഷൻസ് ഓഫ് യൂറോപ്യൻസ്, ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ഫ്രം മാർത്താണ്ഡവർമ്മ ടു ശ്രീ ചിത്ര തിരുനാൾ, സോഷ്യൽ ആൻഡ് റിലീജിയസ് റീഫോം മൂവ്മെൻറ്റ്, നാഷണൽ മൂവ്മെൻറ്റ് ഇൻ കേരള, ലിറ്റററി സോഴ്സസ് ഓഫ് കേരള ഹിസ്റ്ററി, യുണൈറ്റഡ് കേരള മൂവ്മെൻറ്റ്, പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി ഓഫ് കേരള ആഫ്റ്റർ 1956. ഇനി ഇന്ത്യ, medieval India, political history, administrative reforms, contributions, establishment of British, first war of independence, formation of INC, Swadeshi movement, social reform movement, newspapers, literature and art during the freedom struggle, independent movement and Mahatma Gandhi, extremist movement in India, India's independent, post-independent period, state reorganization, development in science, education and technology, foreign policy, political history after 1951. ഈ വേൾഡിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഗ്രേറ്റ് റവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട്, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫ്രഞ്ച് റവല്യൂഷൻ, റഷ്യൻ റവല്യൂഷൻ, ചൈനീസ് റവല്യൂഷൻ, പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ, UNO and other international organization, plus current affairs. 5 മാർക്സിൻ്റെ ജോഗ്രഫി എവിടെ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് നോക്കാം. ബേസിക്സ് ഓഫ് ജോഗ്രഫി. എർത്ത് സ്ട്രക്ചർ, അറ്റ്മോസ്ഫിയർ, റോക്സ്, ലാൻഡ് ഫോംസ്, പ്രഷർ ബെൽറ്റ് ആൻഡ് വിൻഡ്സ്, ടെമ്പറേച്ചർ ആൻഡ് സീസൺസ്, ഗ്ലോബൽ ഇഷ്യൂസ്, global warming, various forms of pollutions, maps, topographic maps and signs, remote sensing, geographic information system, oceans and its various movements, continents, world nations and its specific features. ഇന്ത്യ എന്ന ഭാഗത്തു നിന്നും എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെന്ന് നോക്കാം. ഫിസിയോഗ്രഫി, സ്റ്റേറ്റ്സ് ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ്, നോർത്തേൺ മൗണ്ടൻ റീജിയൻ, rivers, northern Great Plain, peninsular plateau, coastal plain, climate, natural vegetation, agriculture, minerals and industries, energy sources, transport system, road, water, railway, air. കേരള എന്ന ഭാഗത്തു നിന്നും എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണെന്ന് നോക്കാം. ഫിസിയോഗ്രഫി, districts and its features, rivers, climate, natural vegetation, wildlife, agriculture and research centers, minerals and industries, energy sources, transport system, road, water, railway, air, plus current affairs. എക്കണോമിക്സിൻ്റെ ഭാഗത്തു നിന്നും 5 മാർക്സ് വരുന്നുണ്ടല്ലോ, അത് എന്തൊക്കെ ഭാഗത്തു നിന്നാണെന്ന് നോക്കാം. നാഷണൽ ഇൻകം, per capita income, factors of production, economic sectors of production, Indian economic planning, 5-year plans, Niti Aayog, types and functions of economic institutions,
റിസർവ് ബാങ്ക് ആൻഡ് ഫങ്ഷൻസ്, പബ്ലിക് റവന്യൂ, ടാക്സ് ആൻഡ് നോൺ ടാക്സ് റവന്യൂ, പബ്ലിക് എക്സ്പെൻഡിച്ചർ, ബഡ്ജറ്റ്, ഫിഷൽ പോളിസി, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആൻഡ് റൈറ്റ്സ് പ്ലസ് കറണ്ട് അഫയേഴ്സ്. സിവിക്സ് എന്ന ഭാഗത്തു നിന്നും വരുന്ന ഏതൊക്കെ ഭാഗത്തു നിന്നാണ് സിവിക്സിൽ നിന്നും ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് നോക്കാം. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ബ്യൂറോക്രസി, ഫീച്ചേഴ്സ് ആൻഡ് ഫങ്ഷൻ, ഇന്ത്യൻ സിവിൽ സർവീസ്, സ്റ്റേറ്റ് സിവിൽ സർവീസ്, ഇ ഗവേണൻസ്, ഇൻഫർമേഷൻ കമ്മീഷൻ ആൻഡ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, ലോക്പാൽ ആൻഡ് ലോകായുക്ത, ഗവൺമെൻറ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ, ഇലക്ഷൻ, പൊളിറ്റിക്കൽ പാർട്ടീസ്, ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻസ്, ആക്ട് ആൻഡ് റൂൾസ് റിഗാർഡിംഗ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, വാട്ടർഷെഡ് മാനേജ്മെൻറ്റ്, ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ്, നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് പോളിസീസ്, ലാൻഡ് റീഫോംസ്, പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ, ചിൽഡ്രൻ ആൻഡ് ഓൾഡ് ഏജ് പീപ്പിൾ, സോഷ്യൽ വെൽഫെയർ, സോഷ്യൽ സെക്യൂരിറ്റി, സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ പ്ലസ് കറണ്ട് അഫയേഴ്സ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഏതൊക്കെ ഭാഗത്തു നിന്നാണ് നോക്കാം. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, പ്രിയാമ്പിൾ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, സിറ്റിസൺഷിപ്പ്, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സ്, പഞ്ചായത്തി രാജ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ദെയർ ഫങ്ഷൻസ്, എമർജൻസി, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ് പ്ലസ് കറണ്ട് അഫയേഴ്സ്. ആർട്സ്, സ്പോർട്സ് ആൻഡ് ലിറ്ററേച്ചർ ഭാഗത്തു നിന്നും ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് വരുന്നതെന്ന് നോക്കാം. കല. 1. കേരളത്തിലെ പ്രധാന ദൃശ്യശ്രവ്യ കലകൾ, ഇവയുടെ ഉദ്ഭവം, വ്യാപനം, പരിശീലനം എന്നിവ കൊണ്ട് പ്രശസ്തമായ സ്ഥലങ്ങൾ, പ്രശസ്തമായ സ്ഥാപനങ്ങൾ, പ്രശസ്തരായ വ്യക്തികൾ, പ്രശസ്തരായ കലാകാരന്മാർ, പ്രശസ്തരായ എഴുത്തുകാർ. കായികം. അടുത്തത് കായികം എന്ന ഭാഗത്തു നിന്നും വരാവുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ഭാഗത്തു നിന്നാണെന്ന് നോക്കാം. കായിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും പ്രധാന കായിക താരങ്ങൾ, അവരുടെ കായിക ഇനങ്ങൾ, അവരുടെ നേട്ടങ്ങൾ, അവർക്ക് ലഭിച്ചിട്ടുള്ള ബഹുമതികൾ, പ്രധാന അവാർഡുകൾ, അവാർഡ് ജേതാക്കൾ, ഓരോ അവാർഡും ഏത് മേഖലയിലെ പ്രകടനത്തിനാണ് നൽകുന്നത് എന്ന അറിവ്, പ്രധാന ട്രോഫികൾ, ബന്ധപ്പെട്ട മത്സരങ്ങൾ, കായിക ഇനങ്ങൾ, പ്രധാന കായിക ഇനങ്ങൾ, പങ്കെടുക്കുന്ന കളിക്കാരുടെ എണ്ണം, കളികളുമായി ബന്ധപ്പെട്ട പ്രധാന പദങ്ങൾ, ഒളിമ്പിക്സ്, അടിസ്ഥാന വിവരങ്ങൾ, പ്രധാന വേദികൾ, രാജ്യങ്ങൾ, പ്രശസ്തമായ വിജയങ്ങൾ, കായിക താരങ്ങൾ, ഒളിമ്പിക്സിലെ ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ, വിൻ്റർ ഒളിമ്പിക്സ്, പാരാ ഒളിമ്പിക്സ്, ഏഷ്യൻ ഗെയിംസ്, ആഫ്രോ ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ്, സാഫ് ഗെയിംസ്, വേദികൾ, രാജ്യങ്ങൾ, ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനം, ഇതര വസ്തുതകൾ. ദേശീയ ഗെയിംസ്, ദേശീയ ഇനങ്ങൾ, മത്സരങ്ങൾ, താരങ്ങൾ, നേട്ടങ്ങൾ. ഓരോ രാജ്യത്തിൻ്റെയും ദേശീയ കായിക ഇനങ്ങൾ, വിനോദങ്ങൾ. സാഹിത്യം. മലയാളത്തിലെ പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങൾ, ആദ്യ കൃതികൾ, കർത്താക്കൾ, ഓരോ പ്രസ്ഥാനത്തിലെയും പ്രധാന കൃതികൾ, അവയുടെ കർത്താക്കൾ, എഴുത്തുകാർ, തൂലികാനാമങ്ങൾ, അപരനാമങ്ങൾ. കഥാപാത്രങ്ങൾ, കൃതികൾ. പ്രശസ്തമായ വരികൾ, കൃതികൾ, എഴുത്തുകാർ. മലയാള പത്രപ്രവർത്തനത്തിൻ്റെ ആരംഭം, തുടക്കം കുറിച്ചവർ, ആനുകാലികങ്ങൾ. പ്രധാനപ്പെട്ട അവാർഡുകൾ, ബഹുമതികൾ, അവാർഡിനർഹരായ എഴുത്തുകാർ, കൃതികൾ. ജ്ഞാനപീഠം നേടിയ മലയാളികൾ, അനുബന്ധ വസ്തുതകൾ. മലയാള സിനിമയുടെ ഉദ്ഭവം, വളർച്ച, നാഴികക്കല്ലുകൾ, പ്രധാന സംഭാവന നൽകിയവർ, മലയാള സിനിമയും ദേശീയ അവാർഡും. അടുത്തതായി സംസ്കാരം എന്ന ഭാഗത്തു നിന്നും ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് നോക്കാം. സംസ്കാരം. 1. കേരളത്തിലെ പ്രധാന ആഘോഷങ്ങൾ, ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ, പ്രശസ്തമായ ഉത്സവങ്ങൾ, കേരളത്തിലെ സാംസ്കാരിക കേന്ദ്രങ്ങൾ, ആരാധനാലയങ്ങൾ, സാംസ്കാരിക നായകർ, അവരുടെ സംഭാവനകൾ പ്ലസ് കറണ്ട് അഫയേഴ്സ്. അടുത്തതായി കമ്പ്യൂട്ടർ സയൻസ് എന്ന ഭാഗത്തു നിന്നും ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളത് എന്ന് നോക്കാം.
Basic of computer hardware. Input devices, names and uses. Output devices, names and uses. Features. Memory devices, primary and secondary memory. Software classification, system software and application software. Operating system, functions and examples. Popular application software packages, word processors, spreadsheets, database packages. Presentation, image editors, features and fundamental concepts of each. Basic of programming, types of instructions, input, output, store, control, transfer. അടുത്തതായി കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്ന ഭാഗത്തു നിന്ന് വരാൻ സാധ്യതയുള്ള മേഖലകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്സ്, ലാൻ, വാൻ, മാൻ. നെറ്റ്വർക്ക് ഡിവൈസസ്, മീഡിയ, സ്വിച്ച്, ഹബ്, റൂട്ടർ, ബ്രിഡ്ജ്, ഗേറ്റ്വേ. ഇൻ്റർനെറ്റിൽ നിന്നും സർവീസസ്, WW, ഇമെയിൽ, സെർച്ച് എൻജിൻസ്, സോഷ്യൽ മീഡിയ, വെബ് ഡിസൈനിങ്, browser, HTML, cyber crimes and cyber laws. Types of crimes, IT Act and other laws plus current affairs. Science and technology 5 മാർക്സിനാണ് വരുന്നത്. ഏതൊക്കെ ഭാഗത്തു നിന്നാണെന്ന് നോക്കാം. സയൻസ് ആൻഡ് ടെക്നോളജി, നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. Relevance of science and technology, national policy on science and technology and innovations. Basic of everyday science, human body, public health and community medicine, food and nutrition, healthcare, institutes and organization in India promoting integration of science and technology and innovation. Basic of everyday science, human body, public health and community medicine, food and nutrition, healthcare, institutes and organization in India promoting integration of science and technology and innovation. Their activities and contribution of prominent Indian scientists. Technology in space and defense. Evolution of Indian space program, ISRO, its activities and achievements. Various satellite programs, DRDO, vision, mission and activities. Energy requirement and efficiency, India's existing energy needs and deficit, India's energy resources and dependence, renewable and non-renewable energy sources, energy policy of India, government policies and programs, energy security and nuclear policy of India. Environmental science, issues and concerns related to environment, its legal aspects, policies and treaties for the protection of environment at the national and the international level, environment protection for sustainable development, biodiversity, its importance and concerns, climate change, international initiatives and India's commitment, Western Ghats, features, characteristics and issues, forest and wildlife, legal framework for forest and wildlife conservation in India, environmental hazards, pollution, carbon emission, global warming, developments in biotechnology, green technology and nanotechnology plus current affairs. അടുത്തതായി മാത്സിലെ ഏതൊക്കെ ഭാഗമാണെന്ന് നോക്കാം. സിമ്പിൾ അരിത്മെറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റി 20 മാർക്സ്. ലഘുഗണിതത്തിൽ നിന്നും 10 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 1 സംഖ്യകളും അടിസ്ഥാന ക്രിയകളും. 2 ഭിന്നസംഖ്യകളും ദശാംശസംഖ്യകളും. 3 ശതമാനം. 4 ലാഭവും നഷ്ടവും. 5 സാധാരണ പലിശയും കൂട്ടുപലിശയും. 6 അംശബന്ധവും അനുപാതവും. 7 സമയവും ദൂരവും. 8 സമയവും പ്രവൃത്തിയും. 9 ശരാശരി. 10 കൃത്യംഗങ്ങൾ. 11 ജാമിതീയ രൂപങ്ങളുടെ ചുറ്റളവ്, വിസ്തീർണം, വ്യാപ്തം തുടങ്ങിയവ. 12 പ്രോഗ്രഷനുകൾ. മാനസിക ശേഷി എന്ന ഭാഗത്തു നിന്നും വരുന്ന 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ നിന്നും ഏതൊക്കെ ഭാഗത്തു നിന്നാണെന്ന് നോക്കാം.
ശ്രേണികൾ, സംഖ്യാശ്രേണികൾ, അക്ഷരശ്രേണികൾ, ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള പ്രശ്നങ്ങൾ, സ്ഥാനനിർണയ പരിശോധന, സമാന ബന്ധങ്ങൾ, ഒറ്റയാനെ കണ്ടെത്തുക, സംഖ്യാവലോകന പ്രശ്നങ്ങൾ, കോഡിങ്ങും ഡീകോഡിങ്ങും, കുടുംബ ബന്ധങ്ങൾ, ദിശാവബോധം, ക്ലോക്കിലെ സമയവും കോണളവും, ക്ലോക്കിലെ സമയവും പ്രതിബിംബവും, കലണ്ടറും തീയതിയും, ക്ലറിക്കൽ പരിശോധിക്കുന്നതിനുള്ള ചോദ്യങ്ങൾ. അടുത്തതായി ജനറൽ ഇംഗ്ലീഷ്. ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് നോക്കാം. ഇംഗ്ലീഷ് ഗ്രാമർ, ടൈപ്സ് ഓഫ് സെൻറ്റൻസ് ആൻഡ് ഇൻ്റർചേഞ്ച് ഓഫ് സെൻറ്റൻസസ്, ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സ്പീച്ച്, എഗ്രിമെൻറ്റ് ഓഫ് സബ്ജക്റ്റ് ആൻഡ് വെർബ്, ആർട്ടിക്കിൾസ്, ഡെഫിനിറ്റ് ആൻഡ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ്, യൂസസ് ഓഫ് പ്രൈമറി ആൻഡ് മോഡൽ ഓക്സിലറി വെർബ്സ്, question tags, infinitive and gerunds, tenses in conditional sentences, prepositions, the use of correlatives, direction and direct and indirect speech, active and passive voice, correction of sentences, degrees of comparison, vocabulary 10 മാർക്സിൻ്റെയാണ്. ഇതൊക്കെയാണെന്ന് നോക്കാം. സിംഗുലർ, പ്ലൂറൽ, ചേഞ്ച് ഓഫ് ജെൻഡർ, കളക്റ്റീവ് നൗൺസ്, word formation from other words and use of prefix or suffix, compound words, synonyms, antonyms, phrasal verbs, foreign words and phrases, one word substitutes, words often confused, spelling test, idioms and their meanings, expansion and meaning of common abbreviations. അടുത്തതായി റീജിയണൽ ലാംഗ്വേജ് എന്ന ഭാഗം നോക്കാം. 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ നിന്നും വരുന്നത്. പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപ്പദം, പര്യായം, വിപരീതപദം, ശൈലികൾ, പഴഞ്ചൊല്ലുകൾ, സമാനപദം, ചേർത്തെഴുതുക, സ്ത്രീലിംഗവും പുല്ലിംഗവും, വചനം, പിരിച്ചെഴുതൽ, ഘടകപദം, വാക്യം ചേർത്തെഴുതുക.